ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മൾ റെസിന് വെച്ചിട്ട് ഈ മെമ്മറി ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയെന്നാണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇതുപോലെ മരിച്ചു പോയവരുടെ സാധനങ്ങൾ വെച്ചിട്ട് റെസിനിൽ പ്രിസർവ് ചെയ്യുന്നത് അല്ലേ. ഞാനിതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഫ്രെയിമാണ് ഈ ഒരു വർക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റമറുടെ മുത്തശ്ശൻ്റെ ഫ്രെയിമാണ് നമുക്ക് ചെയ്യാൻ തന്നിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വർക്ക് തരുന്നതിൻ്റെ ഒരാഴ്ച മുന്നാണ് മുത്തശ്ശന് അവരോട് വിട പറഞ്ഞത്. മരിക്കുന്നതിൻ്റെ മുന്നായിട്ട് അവർ മുത്തശ്ശന് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ചില സാധനങ്ങൾ അവർ എടുത്തു വെച്ചത് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് അയച്ചു തരായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ അതിൽ മുത്തശ്ശൻ്റെ കണക്ക് പുസ്തകത്തിൻ്റെ ഒരു പേജ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മുത്തശ്ശൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, പിന്നെ മുത്തശ്ശൻ്റെ കൊന്ത, അവർ ഉപയോഗിച്ചിരുന്ന കൊന്ത നമുക്ക് അയച്ചു തന്നിരുന്നു. അതുപോലെ മുത്തശ്ശൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചീപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ആൾ ഉപയോഗിച്ചിരുന്ന പെന്ന്, പിന്നെ ആളുടെ ഒരു കാൽക്കുലേറ്റർ. ഇത്ര സാധനങ്ങളായിരുന്നു ഒരു സെറ്റിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് സെറ്റിൽ നമുക്ക് വന്നിരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുത്തശ്ശന് ഉപയോഗിച്ചിരുന്ന കണ്ണടയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് തന്ന സാധനങ്ങളിൽ കുറച്ചൊരു ഹൈറ്റ് വരുന്നത് ഇതായിരുന്നു, കുറച്ചൊരു ടാസ്ക് ആയിരുന്നു അത് മൂടുന്നത് വരെ റെസിന് ഒഴിക്കാന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫ്രെയിമിൻ്റെ ഡെപ്തും ഒരു 5 സെൻറ്റിമീറ്ററോളം ഉണ്ടായിരുന്നു, കാരണം നമുക്ക് ആ സ്പെക്സ് മൊത്തമായിട്ട് നമ്മുടെ റെസിനിൽ മുങ്ങണ്ടേ. പിന്നെ ഉണ്ടായിരുന്നത് മുത്തശ്ശന് അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സാധനമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അതിനൊരു പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഉണ്ടായിരുന്നത് നമുക്ക് വാച്ചായിരുന്നു, മുത്തശ്ശൻ്റെ വാച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര സാധനങ്ങളായിരുന്നു നമുക്ക് ആള് പ്രിസർവ് ചെയ്യാൻ തന്നിരുന്നത്. കൂട്ടത്തിൽ കുറച്ച് ഫ്ലവേഴ്സ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് മുത്തശ്ശൻ്റെ ഫ്യൂണറലിന് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവേഴ്സ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ വർക്ക് കിട്ടുന്നതിൻ്റെ കുറച്ച് മുന്നാണ് മുത്തശ്ശൻ മരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലവർ ഒരുപാടൊന്നും വാടിപ്പോയിട്ടില്ല. ഏകദേശം അത് ഒരു 1/4 ഭാഗം ഫ്ലവേഴ്സും നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാലോ, ഈ റെസിനിൽ നമ്മൾ ഫ്ലവർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. അത് അതിൻ്റെ കളർ ഫെയ്ഡ് ആവാനും നമ്മുടെ റെസിൻ നശിക്കാനും ഒക്കെ കാരണമാവും. സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഉണക്കിയിട്ട് ഈ ഒരു കളറൊക്കെ തന്നെ നമുക്കിത് എന്ത് ചെയ്യാൻ ഡ്രൈ ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് നമ്മുടെ ഫ്രെയിമുകളിലും റെസിനിലും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഈ കാണുന്ന ബ്ലൂ പൗഡറാണ് സിലിക്ക ജെൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ എക്സാക്റ്റ് കളറിൽ തന്നെ ഡ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡറാണ് ഈ സിലിക്ക ജെൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ ഇങ്ങനെ വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിലൂടെ സിലിക്ക ജെൽ ഇട്ട് അതിനെ നമ്മൾ മൂടിയെടുക്കണം കേട്ടോ. നമ്മൾ സിലിക്ക ജെല്ലിൽ മൊത്തം ഫ്ലവറിനെ നമ്മൾ മൂടണം. അങ്ങനെ സിലിക്ക ജെല്ലിൽ മൊത്തം കവർ ചെയ്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ആയിരിക്കണം. അങ്ങനെ നമ്മളത് മൂടി വെച്ചിട്ട് നമ്മളൊരു ഡാർക്ക് ആയിട്ടുള്ള പ്ലേസ്, അതായത് മോയ്സ്ചർ ഒന്നും എത്താത്ത സ്ഥലം എന്നതുകൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മളിത് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു 4 to 5 days അല്ലെങ്കിൽ ഒരു 1 വീക്കിൽ തന്നെ നമ്മുടെ ആ ഒരു ഫ്ലവേഴ്സൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ചെയ്ത് കിട്ടും കേട്ടോ. ഒട്ടും മോയ്സ്ചർ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റുമേ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫ്രെയിം ഞാൻ 1/4 ഭാഗം പണി കഴിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒന്നും വീഡിയോസ് എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല സത്യത്തിൽ. നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമറിന് അയച്ചു കൊടുത്തിട്ട് അവരുടെ കൂടെയും പ്രിഫറൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. അവർക്ക് ഒരു സജഷൻ ഉണ്ടായിരുന്നത് മൊത്തത്തിൽ ഫ്ലവർ വെക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. ബട്ട് അത് പോസിബിൾ അല്ല, കാരണം ഈ നമ്മുടെ കാൽക്കുലേറ്റർ ആണെങ്കിലും നമ്മുടെ കണ്ണടയാണെങ്കിലും ഒക്കെ ബ്ലാക്ക് ആയതുകൊണ്ട് മൊത്തം ഫ്ലവർ വന്നാൽ നമുക്ക് അത് കാണത്തില്ല. അപ്പോൾ നമുക്കൊരു ലൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വേണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കുറച്ച് ഭാഗം മാത്രം ഫ്ലവർ വെച്ച് ബാക്കിയെല്ലാം നമ്മുടെ സാധനങ്ങൾ ഫിൽ ചെയ്തത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിന് നമ്മൾ ഇതുപോലെ ലൈറ്റ് കളർ കൊടുത്തതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് കാണും കേട്ടോ. ഒരു പക്ഷേ അവർ പറഞ്ഞപ്പോൾ നമ്മൾ മൊത്തം ഫ്ലവർ കൊണ്ട് ഫിൽ ചെയ്തിരുന്നെങ്കിൽ ഇതിലുള്ള സാധനങ്ങൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് നമ്മുടെ ഫ്ലവേഴ്സ് ഓൾറെഡി ഒരു ഡാർക്ക് ഷെയ്ഡാണ് എല്ലാം വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വരുന്ന നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് സ്റ്റിക്കർ ഒട്ടിക്കലാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വിനൈൽ സ്റ്റിക്കറാണ്. റെസിനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തരം സ്റ്റിക്കറാണ് ഈ വിനൈൽ സ്റ്റിക്കർ എന്ന് പറയുന്നത്. അതിൽ വെക്കുന്ന ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കസ്റ്റമർ അയച്ചു തന്നായിരുന്നു. സോ ഞാൻ അത് വെച്ചിട്ട് ഒരു പേജിൽ നിന്നാണ് ഈ ഒരു വിനൈൽ സ്റ്റിക്കർ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് കളറാണ്. ഈ ഒരു വിനൈൽ സ്റ്റിക്കറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ നല്ല രീതിയിൽ നമ്മൾ ഒട്ടിച്ചിട്ട് വേണം അത് പറിച്ചെടുക്കാൻ, അതിൻ്റെ മുകളിലത്തെ ഷീറ്റ്, അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ നമ്മുടെ അതിൻ്റെ കൂടെ പോരും കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കണം. പതുക്കെ വേണം നമ്മളത് പറിച്ചെടുക്കാൻ. ഞാൻ എന്തായാലും ഒരുവിധം അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ലാസ്റ്റ് ആയിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ റെസിനെ വെച്ചിട്ട് നമ്മുടെ ഫ്രെയിമിനെ ഫില്ല് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇതിൽ വരുന്ന സ്പെക്സ് മൂടി കിട്ടാൻ കുറച്ച് അധികം റെസിൻ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഹൈറ്റ് വരുന്ന ഒരു സ്പെക്സ് ആയിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രെയിം മൊത്തം റെസിൻ ഒഴിച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഫ്രെയിം. ഇതൊരു 12x16 ഇഞ്ചാണ് ഈ ഒരു ഫ്രെയിമിൻ്റെ ഹൈറ്റും വിഡ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഫ്രെയിമിൻ്റെ ഡെപ്ത് വരുന്നത് ഏകദേശം 5 സെൻറ്റിമീറ്ററോളം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കണ്ണട
അത്യാവശ്യം ഹൈറ്റ് വരുന്നതുകൊണ്ട് തന്നെ അത് മൂടുന്നത് വരെ നമുക്ക് റെസിൻ വയ്ക്കണമെങ്കിൽ അത്യാവശ്യം ഡെപ്ത്തുള്ള ഫ്രെയിം വേണമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 4.5 സെൻറ്റിമീറ്റർ എങ്കിലും ഡെപ്ത്ത് ഉണ്ടായാലേ നമുക്ക് ഈ ഒരു കണ്ണട മൊത്തം മൂടിയിട്ട് റെസിൻ ചെയ്യാൻ പറ്റുള്ളായിരുന്നു കേട്ടോ. ഇത് ടീക്ക് വുഡിൻ്റെ ഫ്രെയിമാണ്. ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇത് ഓൾറെഡി നമുക്ക് കുറച്ച് ഡെപ്ത്ത് വേണ്ട ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുക്കണം, അല്ലാതെ നമുക്കിത് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇത് കസ്റ്റമറിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ആൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ആൾക്കും ആളുടെ ഫാമിലിക്കും ഒരുപാട് ഇഷ്ടമായി. അവർക്ക് എന്നെന്നും കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു മെമ്മറി ആണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയൊരു റിവ്യൂ തന്നെ തന്നായിരുന്നു കേട്ടോ. ഞാനത് ഈ സൈഡിൽ കൊടുക്കാം, ആൾ തന്ന റിവ്യൂ. പിന്നെ ഇതിൻ്റെ റീല് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട സമയത്താണെങ്കിലും എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നു, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള റിവ്യൂസൊക്കെ വന്നായിരുന്നു. അത്യാവശ്യം വ്യൂസും എനിക്ക് ആ റീലിന് കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇഫ് യു ആർ എ ബിഗിനർ റെസിൻ ആർട്ടിസ്റ്റ്, ഒരു ബിഗിനർ ആയിട്ടുള്ള റെസിൻ ആർട്ടിസ്റ്റ് ആണ് ഇതുപോലെയൊക്കെ വരമാല പ്രിസർവേഷനും ഡീപ്പായിട്ടുള്ള കാസ്റ്റിംഗ് ഫ്രെയിമുകളൊക്കെ ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഒരുപാട് റെസിൻ ഒഴിച്ചിട്ട് നമ്മുടെ ഫ്രെയിമിനെ ഫില്ല് ചെയ്തെടുക്കരുത്, പെട്ടെന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. എപ്പോഴും ഒരു സ്മോൾ ലെയർ ഓഫ് റെസിൻ ഒഴിച്ചിട്ട് അത് ക്യൂർ ചെയ്തതിൻ്റെ ശേഷം മാത്രം അടുത്ത ലെയർ ഓഫ് റെസിൻ ഒഴിക്കാൻ ശ്രമിക്കുക. 24 hour ആണ് മൊത്തത്തിൽ നമുക്ക് നമ്മുടെ റെസിന് ക്യൂർ ചെയ്തെടുക്കാൻ വരുന്ന സമയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബബിളിൻ്റെ പ്രശ്നം വരും, അതുപോലത്തെ ഒരു ഫിനിഷിംഗ് ഉണ്ടായിരിക്കത്തില്ല കേട്ടോ. സോ അതാണ് ഈ ഒരു മെമ്മറി ഫ്രെയിമിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഫ്രെയിമുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഇതിൻ്റെ താഴത്തൊക്കെ ആയിട്ട് നമ്പർ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാനും ഒന്നും മറക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.